ഗൈനക്കോളജിയിലെ കുറച്ച് ടോപ്പിക്കുകൾ നോക്കാം. ഫസ്റ്റ് ഫീമെയിൽ ജനറ്റീലിയ. ഫീമെയിൽ ജനറ്റീലിയ എക്സ്റ്റേണലും ഉണ്ട്, അതുപോലെ തന്നെ ഇൻറ്റേർണൽ ജനറ്റീലിയ ഉണ്ട്. ഇൻറ്റേർണൽ ജനറ്റീലിയക്കകത്തിൽ വരുന്ന പാർട്ടാണ് നമ്മുടെ യൂട്രസ്, ഫലോപ്പിയൻ ട്യൂബ്, സെർവിക്സ്, വജൈന ഒക്കെ. എന്നാൽ എക്സ്റ്റേണൽ വരുന്നതാണ് വൾവ. ഓക്കെ, ഈ വൾവയിൽ ഉള്ള പാർട്സുകളാണ് മോൺസ് ബിബേസ്, ലേബിയ മേജോറ, ലേബിയ മൈനോറ, വെസ്റ്റിബ്യൂൾ, പെരിനിയം ഒക്കെ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തിൽ ഫസ്റ്റ് നമുക്ക് ലേബിയ മേജോറ നോക്കാം. ലേബിയ മേജോറ അതൊരു ഹെയർ ഗ്രോത്ത് ഉള്ളൊരു പാർട്ടാണ്. അപ്പോൾ അത് ലൈ ചെയ്യുന്നത് ഓൺ ദി എയ്തർ സൈഡ് ആൻഡ് ജോയിൻ പോസ്റ്റീരിയർലി ടു ഫോം ദി പോസ്റ്റീരിയർ കമ്മീഷർ. പോസ്റ്റീരിയർലി അത് ജോയിൻ ചെയ്തിട്ട് പോസ്റ്റീരിയർ കമ്മീഷറായിട്ട് മാറുന്നു. ഓക്കെ, ലേബിയ മേജോറയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹോമോലോഗസ് ആയിട്ട് ഇരിക്കുന്ന ഏത് ഓർഗനായിട്ടാണ്. ഫീമെയിലിൽ ലേബിയ മേജോറ ആണെങ്കിൽ ഇറ്റ് ഈസ് ഹോമോലോഗസ് ടു ദ സ്ക്രോട്ടം ഇൻ ദ മെയിൽസ്. ഓക്കെ, അതിനകത്തിൽ ഹെയർ ഫോളിക്കിൾസും സെബീഷ്യസ് ഗ്ലാൻഡും അപ്പോക്രൈൻ ആൻഡ് സ്വെറ്റ് ഗ്ലാൻഡ്സ് ഒക്കെ ഉണ്ട്. അപ്പം ഇതിനകത്ത് നിന്ന് തന്നെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു റെയർ ട്യൂമർ, ലേബിയ മേജോറയിൽ കാണുന്ന ഒരു റെയർ ട്യൂമറാണ് എന്താണ് ഹൈഡ്രോഡിനോമ എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രം വിച്ച് എ റെയർ ട്യൂമർ. ഓക്കെ, ഇവിടെ ഇരിക്കുന്ന ഏത് ഗ്ലാൻഡിൽ നിന്നാണെന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോക്രൈൻ ഗ്ലാൻഡിൽ നിന്നാണ്. അപ്പോക്രൈൻ ഗ്ലാൻഡിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ട്യൂമറാണ് ഹൈഡ്രോഡിനോമ ഓഫ് വൾവ എന്ന് പറയുന്നത്. ഇത് ഓക്കെ, ഇതിനകത്തിൽ ഇമ്പോർട്ടൻ്റ് ലേബിയ മേജോറ ഇസ് ഹോമോലോഗസ് ടു ദ സ്ക്രോട്ടം. എന്തുകൊണ്ടാണ് ഹോമോലോഗസ് ടു ദ സ്ക്രോട്ടം? സെയിം ആയിട്ടുള്ള ഓർഗൻസിൽ നിന്നാണ് ഈ ലേബിയ മേജോറ അതുപോലെ സ്ക്രോട്ടംസ് ഡെവലപ്പ് ചെയ്യുന്നത്. ലേബിയ മേജോറ അതുപോലെ സ്ക്രോട്ടവും ഡെവലപ്പ് ചെയ്യുന്നത് ലേബിയോ സ്ക്രോട്ടൽ സ്വെല്ലിങ്ങിൽ നിന്നാണ്. അത് നമുക്ക് എംബ്രിയോളജി നോക്കുമ്പോൾ കൂടുതൽ മനസ്സിലാകും. ലേബിയോ സ്ക്രോട്ടൽ സ്വെല്ലിങ്ങിൽ നിന്നാണ് ഈ ലേബിയ മേജോറയും അതുപോലെ തന്നെ സ്ക്രോട്ടവും ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഹൈഡ്രോഡിനോമ ഓഫ് ദ വൾവ ഈസ് ഇൻ റിലേഷൻ ടു ദ ലേബിയ മേജോറ, കാരണം അവിടുത്തെ അപ്പോക്രൈൻ ഗ്ലാൻഡിൽ നിന്നാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി ലേബിയ മൈനോറ വരുമ്പോഴത്തേക്ക് അവിടെ ഹോമോലോഗസ് ആയിട്ട് വരുന്ന വെൻട്രൽ ആസ്പെക്റ്റ് ഓഫ് പെനിസ് ആണ്. വെൻട്രൽ ആസ്പെക്റ്റ് ഓഫ് പെനിസ് ആണ് ലേബിയ മൈനോറ ഹോമോലോഗസ് ആയിട്ട് വരുന്നത്. ഇവിടുത്തെ പ്രത്യേകത, ഇവിടെ ഹെയർ ഫോളിക്കിൾസ് ഒന്നുമില്ല. ലേബിയ മേജോറയുടെ ഇന്നറായിട്ട് കിടക്കുന്ന ഒരു പാർട്ടാണ് മൈനോറ എന്ന് പറയുന്നത്. അവിടെ ഹെയർ ഫോളിക്കിൾസും ഒന്നുമില്ല. ആൻറ്റീരിയർലി അത് ക്ലിറ്റോറിസിനെ എൻക്ലോസ് ചെയ്യുന്നു. പോസ്റ്റീരിയർലി ലേബിയ മേജോറ രണ്ടും കൂടെ, ആ രണ്ട് വശത്തെ ലേബിയ മേജോറ ഒരുമിച്ച് വന്ന് ഫ്യൂസ് ചെയ്തിട്ട് ഫോഴ്സെറ്റായിട്ട് മാറുന്നു. ഓക്കെ, അതിന് മുമ്പ് ആ പിക്ചർ കാണിക്കാം. അപ്പോൾ അതിനകത്ത് നിന്ന് അത് കണ്ടോ, ആ ലേബിയ മേജോറയാണ് ഇന്നറായിട്ടുള്ള ആ ഒരു സ്കിൻ ഫോൾഡ് കാണിക്കുന്നത്. അതിൻ്റെ ആൻറ്റീരിയർ പോർഷനാണ് പ്രപ്യൂസ് എന്ന് പറയുന്നത്. അതിനകത്തിൽ ആ പ്രപ്യൂസ് എന്തിനെ കവർ ചെയ്തിരിക്കുകയാണ്? ക്ലിറ്റോറിസിനെ കവർ ചെയ്തിരിക്കുക. ആ ക്ലിറ്റോറിസിൻ്റെ പുറകിലിരിക്കുന്ന പോർഷനാണ് ഫ്രെനുല. ഓക്കെ, ഫ്രെനുല. പിന്നെ ഈ ലേബിയ മേജോറയും മൈനോറയും ലേബിയ മൈനോറ പുറകിലേക്ക് വന്ന് ഫ്യൂസ് ചെയ്തിട്ട് പോർഷറ്റായിട്ട് മാറുന്നു. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് പറയാം ഈ വജൈനൽ ഓറിഫൈസ് ഉണ്ടല്ലോ, വജൈനൽ ഓറിഫൈസിൻ്റെ തൊട്ട് പുറകിലിരിക്കുന്ന ആ ഒരു ഭാഗം, ആ ഒരു കണക്ഷൻ, ആ ഒരു കണക്ഷനെ നമ്മൾ വിളിക്കുന്ന പേര് ഫോസ നാവിക്കുലാരിസ് എന്നാണ്. കണ്ടോ, ലേബിയ മേജോറ രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്നൊരു പാർട്ടാണ് അതെന്ന് പറയുന്നത്. രണ്ട് ലേബിയ മൈനോറയും കൂടെ മീറ്റ് ചെയ്യുന്നൊരു പാർട്ടാണ് അത് പറയുന്നത്. ഇതാണ് മെയിൻലി നമുക്ക് ആ ഒരു എക്സ്റ്റേർണലി ആ ഒരു ജനൈറ്റൽ ഓർഗൻസിനകത്തിൽ പറയാനുള്ളത്. പിന്നെ ഇതിനകത്തിൽ തന്നെ വരുന്നൊരു ഭാഗമാണ് മോൺസ് പ്യൂബിസ്. അതൊരു പാഡ് ഓഫ് സബ്ക്യൂട്ടീനിയസ് ടിഷ്യൂ ആണ്. ഹെയർ ഗ്രോത്ത് ഒക്കെ ഉള്ളൊരു സബ്ക്യൂട്ടീനിയസ് ടിഷ്യൂവിൻ്റെ ഒരു പാഡാണ് അത്. അഡിപ്പോസ് ടിഷ്യൂ, സബ്ക്യൂട്ടീനിയസ് അഡിപ്പോസ് കണക്റ്റീവ് ടിഷ്യൂ ആണ് ഇതിനകത്തിൽ വരുന്നത്. ദെൻ ലേബിയ മേജോറ പറഞ്ഞു, മൈനോറയും കാര്യം പറഞ്ഞു. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ആർ റിലേറ്റഡ് ടു ലേബിയ? ലേബിയയുമായിട്ട് ആ ഒരു കണക്ഷൻ ഉള്ളത് ഏതൊക്കെ, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് ഏതാണ്? എക്സെപ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുക. അപ്പോൾ ലേബിയ എന്ന് ചോദിക്കുമ്പോൾ ലേബിയ മേജോറയും മൈനോറയും ഇതിനകത്തിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും എന്ന് ഓർക്കുക. ലേബിയ മേജോറ ഈസ് ഹോമോലോഗസ് ടു ദ സ്ക്രോട്ടം ഇൻ ദ മെയിൽസ്. നമ്മൾ പറഞ്ഞു ലേബിയ മേജോറ ഹോമോലോഗസ് ആണ് സ്ക്രോട്ടവുമായിട്ട്. അതുപോലെ ലേബിയ മൈനോറ കണ്ടെയ്ൻ ന്യൂമറസ് ഹെയർ ഫോളിക്കിൾസ്. അതെ, ലേബിയ മൈനോറയ്ക്കകത്തിൽ ഹെയർ ഫോളിക്കിൾസ് ഉണ്ടോ? ഇല്ല, ലേബിയ മൈനോറയ്ക്കകത്തിലില്ല. പക്ഷേ ലേബിയ മേജോറയ്ക്കകത്തിൽ അപ്പോക്രൈൻ ഗ്ലാൻഡും ഹെയർ ഫോളിക്കിൾസ്, സെബീഷ്യസ് ഗ്ലാൻഡും സ്വെറ്റ് ഗ്ലാൻഡ്സും ഒക്കെ ഉണ്ട്.
റൗണ്ട് ലിഗമെൻറ്റ് ടെർമിനേറ്റ് ഇൻ ദ അപ്പർ തേർഡ് ഓഫ് ദ ലേബിയ മേജോറ. ദ ബ്രാഞ്ച് ഓഫ് ദ ഫെമറൽ ആർട്ടറി സപ്ലൈസ് ദ വൾവ. അപ്പോൾ ഈ സിയും ഡിയും ഒക്കെ കറക്റ്റാണ്. റൗണ്ട് ലിഗമെൻറ്റ് ടെർമിനേറ്റ് ചെയ്യുന്ന അപ്പർ പാർട്ട് ഓഫ് ലേബിയ മേജോറയിലാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് ലേബിയ മേജോറ കണക്ട് ചെയ്ത് നമുക്ക് കിട്ടി. റൗണ്ട് ലിഗമെൻറ്റ് ടെർമിനേറ്റ് ഇൻ ദ അപ്പർ പാർട്ട് ഓഫ് ദ ലേബിയ മേജോറ ആൻഡ് ബ്രാഞ്ച് ഓഫ് ദ ഫെമറൽ ആർട്ടറി സപ്ലൈസ് ദ വൾവ. വൾവയുടെ ആ ഒരു സപ്ലൈ ചെയ്യുന്നത് ഫെമറൽ ആർട്ടറിയുടെ ഒരു ബ്രാഞ്ചാണ്. അപ്പോൾ നമുക്ക് സി ബി വെച്ച് തന്നെ നമുക്ക് ആ ഒരു ഉത്തരം കിട്ടി. ലേബിയ മേജോറയ്ക്കകത്തിൽ എന്താണ് ഉള്ളത്? ഹെയർ ഫോളിക്കിൾസ് ആണ്. മൈനോറയ്ക്കകത്തിൽ ന്യൂമറസ് ആയിട്ടുള്ള ഹെയർ ഫോളിക്കിൾസ് ഉണ്ടോ? ഇല്ല. മൈനോറയ്ക്കകത്തിൽ ഹെയർ ഫോളിക്കിൾസ് ഇല്ല എന്ന് നമ്മൾ പഠിച്ചിട്ട് ഡസ് നോട്ട് കണ്ടെയ്ൻ ഹെയർ ഫോളിക്കിൾസ്. ഇനി നെക്സ്റ്റ് ക്ലിറ്റോറിസ്. ക്ലിറ്റോറിസ് എന്ന് പറയുന്ന ഒരു എറക്റ്റൈൽ ഓർഗനാണ് അല്ലേ. ക്ലിറ്റോറിസ് ഒരു 2.5 സെൻറ്റിമീറ്റേഴ്സ് ആണ്. അത് മെയിലിൻ്റെ ആ ഒരു പാർട്ടുമായിട്ട് കറസ്പോണ്ടിങ് ആയിട്ടാണ് വരുന്നത്. അപ്പം ഈ ക്ലിറ്റോറിസും അതുപോലെ തന്നെ മെയിലിൻ്റെ പെനിസും ഡെവലപ്പ് ചെയ്യുന്നത് ജെനീറ്റൽ ട്യൂബർക്കിളിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഇത് ഹോമോലോഗസ്. അപ്പം എന്തുകൊണ്ടാണ് ഹോമോലോഗസ് ആകുന്നത്? ഹോമോലോഗസ് ആകുന്നത് ഏതൊക്കെ ഓർഗൻസ് ആണ്? ഇപ്പോൾ മെയിൽ ഫീമെയിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു സ്ക്രോട്ടവും ലേബിയ മേജോറയും ഹോമോലോഗസ് ആണ്. ലേബിയ മൈനോറയും വെൻട്രൽ ആസ്പെക്ട് ഓഫ് പെനിസ് ഹോമോലോഗസ് ആണ്. അതുപോലെ ഇവിടെ പറഞ്ഞു ക്ലിറ്റോറിസും അതുപോലെ തന്നെ മെയിൽ പെനിസും ഹോമോലോഗസ് ആണ്. വൈ ഇറ്റ് ഈസ് ഹോമോലോഗസ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്തുകൊണ്ടാണ്? അത് ജെനൈറ്റൽ ട്യൂബർക്കിളിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി നോർമലി ക്ലിറ്റോറിസ് എപ്പോഴും ഒരു 1 to 1.5 സെൻറ്റിമീറ്റേഴ്സ് ആയിരിക്കും നീളം വരുന്നത്. അത് 5 മില്ലിമീറ്റേഴ്സ് വിട്ടും വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ആ ഒരു ലെങ്ത് എന്ന് പറയുന്നത് maybe it can get 3.5 സെൻറ്റിമീറ്റേഴ്സ് എബോവ് ആയിട്ട് വരാം. ഓക്കെ, 3.5 എബോവ് ആയിട്ട് വന്നിട്ട് പിന്നെ വിട്ടും അതുപോലെ തന്നെ 1 സെൻറ്റിമീറ്റേഴ്സ് ഒക്കെ ആയിട്ട് വരുവാണെങ്കിലാണ് അതിന് ക്ലിറ്ററോമെഗാലി എന്ന് പറയുന്നത്. വിറുലിസം പോലത്തെ കണ്ടീഷൻ, എക്സസ് ആയിട്ടുള്ള ആൻഡ്രോജൻ ഹോർമോൺസ് ഉള്ള കണ്ടീഷനിലാണ് ഈ ക്ലിറ്ററോമെഗാലി കാണുന്നത്. ക്ലിറ്റോറിസ് ഭയങ്കരമായിട്ട് എൻലാർജ്ഡ് ആവുന്നു. അപ്പോൾ ഒരു എത്ര സെൻറ്റിമീറ്റർ ആണ് എൻലാർജ്ഡ് ആവുന്നതെന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ഈസ് ഹൈമൻ. ഹൈമൻ എന്ന് പറയുന്നത് എന്താണ്? ദ പാർട്ട് ഓഫ് ദ ഹൈമൻ വിച്ച് ഫസ്റ്റ് റപ്ചർ. അപ്പോൾ ഹൈമൻ എന്ന് പറയുന്നത് നമ്മുടെ എന്താ വെർജിനിറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയും. പക്ഷെ അതുമായിട്ടൊരു കണക്ഷനൊന്നും ഇല്ല. ശരിക്കും ഹൈമൻ എന്ന് പറയുന്നത് ഏതിലാണ് ഫസ്റ്റ് ആ ഒരു ഫസ്റ്റ് സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഏത് പാർട്ട് ഓഫ് ഹൈമനാണ് റപ്ചർ ആവുന്നതെന്ന് ഒന്ന് ഓർത്തിരിക്കുക. പോസ്റ്റൽ ലാറ്ററലാണ്. പിന്നെ ചൈൽഡ് ബർത്തിൻ്റെ സമയത്ത് എക്സസീവ് ആയിട്ടുള്ള ലാസ്ട്രേഷൻ കാരണം അവിടെ ഹൈമൻ എന്തായിട്ട് മാറുന്നു? കറൻകുൾ മിട്രിഫോമസ് ആയിട്ട് ചേഞ്ച് ആവുന്നു. അത് ഇമ്പോർട്ടൻ്റ്. അപ്പം പോസ്റ്റൽ ലാറ്ററലി ആണെന്നും പിന്നെ ചൈൽഡ് ബർത്ത് എക്സസീവ് ലാസ്ട്രേറ്റഡ് ആകുമ്പോൾ അവിടെ കറൻകുലി മിട്രിഫോമസ് ആയി മാറുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നെക്സ്റ്റ് ഇസ് ബാർത്തോളിൻ ഗ്ലാൻഡ്. ഇത് അതിന് ദീവായ്ക്ക് വന്നിട്ടുണ്ട്. എന്താണ് ബാർത്തോളിൻ ഗ്ലാൻഡ്? അപ്പോൾ ബാർത്തോളിൻ ഗ്ലാൻഡ് ഒരു കോമ്പൗണ്ട് റെസിമോസ് ഗ്ലാൻഡ് ആണ്. അപ്പോൾ അതൊരു പോയിൻ്റാണ്. കോമ്പൗണ്ട് ആയിട്ടുള്ള റെസിമോസ് ഗ്ലാൻഡ് ആണ്. അത് ശരിക്കും വജൈനയിൽ നിന്ന് ആ ഒരു ലൂബ്രിക്കേഷൻ വജൈന പഠിക്കുമ്പം എന്തുകൊണ്ടാണ് ബാർത്തോളിൻ ഗ്ലാൻഡിന് അവിടെ ഇമ്പോർട്ടൻസ് കൂടുതലാവുന്നതെന്ന് നമ്മൾ വിചാരിക്കും സെക്ഷൽ ഇൻ്റർകോഴ്സിൻ്റെ സമയത്ത് സെക്ഷൽ അല്ലെങ്കിൽ സെക്ഷൽ ആ ഒരു ഇത് ആക്റ്റീവ് ആവുന്ന സമയത്ത് സെക്രീഷൻസ് ഉണ്ടാവും നമ്മുടെ വജൈനയിൽ. പക്ഷേ ഇറ്റ്സ് നോട്ട് ഫ്രം വജൈനയിൽ അവിടെ മ്യൂക്കസ് ഗ്ലാൻസുകളൊന്നും ഇല്ല. ഓക്കെ, വജൈനയിൽ നമ്മൾ കാണുമ്പോൾ കണ്ടോ ദർ ഈസ് നോ മ്യൂക്കസ് സെക്രീറ്റിംഗ് ഗ്ലാൻസ്. മ്യൂക്കസ് സെക്രീറ്റിംഗ് ഗ്ലാൻസുകളൊന്നും വജൈനയില്ല. പിന്നെ എവിടെ നിന്നായിരിക്കും വരുന്നത് ഈ ലൂബ്രിക്കേറ്റിംഗ് ആയിട്ടുള്ള ഫ്ലൂയിഡൊക്കെ? അതൊക്കെ മെയിൻലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ ബാർത്തോളിൻസ് ഗ്ലാൻഡിൽ നിന്നാണ്. അപ്പോൾ ബാർത്തോളിൻസ് ഗ്ലാൻഡ് ഒരു കോമ്പൗണ്ട് ആയിട്ടുള്ള റെസിമോസ് ഗ്ലാൻഡാണ്. ബാർത്തോളിൻസ് ഗ്ലാൻഡ് ലൈ പോസ്റ്റീരിയോ ലാറ്ററലി ഇൻ റിലേഷൻ ടു ദ വജൈനൽ ഓറിഫൈസ്. ശരിക്കും ആ ലേബിയ മേജോറയും ലേബിയ മൈനോറയുടെയും ആ ഒരു ജോയിനിങ് പാർട്ടിലാണ് ബാർത്തോളിൻസ് ഗ്ലാൻഡ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അതൊരു കോമ്പൗണ്ട് ആയിട്ടുള്ള റെസിമോസ് ഗ്ലാൻഡാണ്. ലൂബ്രിക്കേറ്റിംഗ് ആണ് അതിൻ്റെ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് വെസ്റ്റിബ്യൂൾ. ഈ ഒരു ട്രയാങ്കുലാർ പാർട്ട്, അതായത് നമ്മുടെ എന്താണ് ആ ഒരു ട്രയാങ്കുലാർ സ്പേസ് ആണ്. ആൻറ്റീരിയർലി ക്ലിറ്റോറിസ്, രണ്ട് സൈഡിൽ ലേബിയൽ മൈനോറാസ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പോസ്റ്റീരിയർലി വരുമ്പോഴത്തേക്ക് ഫോർസെറ്റ്. നമ്മൾ പറഞ്ഞു രണ്ട് ലേബീസും കൂടെ ജോയിൻ ചെയ്യുന്ന പാർട്ടാണ് ഫോർസെറ്റ് എന്ന് പറയുന്നത്. അപ്പം അത്രയും പാർട്ട് എൻക്ലോസ് ആ ഒരു പാർട്ട് അത്രയും സാധനങ്ങൾ വരുന്ന ആ ഒരു ട്രയാങ്കുലർ പാർട്ടിനെയാണ് വെസ്റ്റിബ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ വെസ്റ്റിബ്യൂളിനകത്ത് 4 ഓപ്പണിംഗ് ഉണ്ടെന്ന് ഓർത്തിരിക്കുക. ബാർത്തോളിൻസ് യുറേത്ര ഗ്ലാൻഡ് വരുന്നുണ്ട്, വജൈനലായിട്ടുള്ള ഓപ്പണിംഗ് വരുന്നുണ്ട്. കാണുമ്പോൾ മനസ്സിലാവുമല്ലോ വെസ്റ്റിബ്യൂൾ ഓഫ് വജൈനയ്ക്കകത്തിൽ യുറേത്രയുടെ ഓറിഫൈസ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വജൈനയുടെ ഓറിഫൈസ് വരുന്നുണ്ട്. ബാർത്തോളിൻ ഡക്റ്റ് ഏത് സൈഡിൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. പിന്നെ പാര യുറേത്ര ഗ്ലാൻഡ് ഓഫ് സ്കെലനിയും ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ദ വെസ്റ്റിബ്യൂൾ ബിറ്റ്വീൻ ദ
പോർഷൻ ആൻഡ് വജൈനൽ ഓപ്പണിംഗ് ഈസ് കോൾഡ് ഫോഴ്സ നാവിക്കുലാരിസ്. നമ്മളിത് ഓൾറെഡി പറഞ്ഞതാണ്. ആ ഒരു വജൈനൽ ഓറിഫൈസിനെ പിന്നെ നേരത്തെ പറഞ്ഞ രണ്ട് ലേബിയ മൈനോറുകളും കൂടെ ജോയിൻ ആവുന്ന ഒരു പാർട്ടിൻ്റെ ഇടയിൽ വരുന്ന ആ ഒരു പാർട്ടിനെയാണ് ഫോഴ്സ നാവിക്കുലാരിസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഫോഴ്സ നാവിക്കുലാരിസ്. ഡ്യൂറിങ് ചൈൽഡ് ബർത്ത് the hymen is extremely later represented by cicatrized nodules. നമ്മൾ ഓൾറെഡി പറഞ്ഞത് ഡ്യൂറിങ് ചൈൽഡ് ബർത്ത് ഹൈമൻ എന്തായി മാറുന്നു? കരൻകുലി മിട്രിഫോമിസ് ആയി മാറുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ഇസ് വജൈന. വജൈനയും കൂടെ പറയാം. വജൈന എന്ന് പറയുമ്പോൾ ഇവിടെ മ്യൂക്കസ് ആയിട്ടുള്ള ഗ്ലാൻസുകളൊന്നുമില്ല. ദർ ഇസ് നോ മ്യൂക്കസ് സെക്രീറ്റിംഗ് ഗ്ലാൻസ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? മ്യൂക്കസ് സെക്രീറ്റിംഗ് ഗ്ലാൻസുകളൊന്നും ഈ വജൈനയിലില്ല. അപ്പോൾ വജൈനയുടെ ലെയേഴ്സൊക്കെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ലെയേഴ്സ് പറയാം. വജൈനയിൽ ഒരു ഫൈബ്രസ് ആയിട്ടുള്ള കോട്ടുണ്ട്, മസ്കുലാർ ലെയറുണ്ട്, മ്യൂക്കസ് ലെയറുണ്ട്, സബ് മ്യൂക്കസ് ലെയറുണ്ട്, പിന്നെ മ്യൂക്കസ് ലെയർ. 4 ലെയേഴ്സാണ് വരുന്നത്. അപ്പം ഈ വജൈനയിലേക്ക് ശരിക്കും ഈ സെർവിക്സ് കയറിയിരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. അപ്പോൾ അതിനകത്തോട്ട് പ്രൊട്രൂഡ് ചെയ്ത് ഇരിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പം സെർവിക്സ് അതിൻ്റെ ആ ഒരു പൊസിഷൻ കാരണം ഇൻ ടു ദ വജൈന അത് ഇങ്ങനെ കയറിയിരിക്കുന്ന കാരണം അവിടെ കുറച്ച് ഫോണിക്സിസുകളും ഒക്കെ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അവിടുത്തെ ഡ്യൂ ടു ദ പ്രൊജക്ഷൻ ഓഫ് സെർവിക്സ് ഇൻ ടു ദ വജൈന ഒരു ക്ലെഫ്റ്റ് പോലെയൊക്കെ ഫോം ചെയ്യുന്നുണ്ട്. അതിനെയാണ് ഫോണിക്സ് എന്നൊക്കെ പറയുന്നത്. പിന്നെ വജൈനയ്ക്ക് 4 വാൾസ് ഉണ്ട്, നമ്മൾ 4 ലെയേഴ്സ് ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പം ഈ ഫോൾഡുകൾ നമ്മൾ പറഞ്ഞു ക്ലെഫ്റ്റ് പോലെ ഈ പ്രൊട്രൂഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്ഷൻ ഓഫ് സെർവിക്സ് ഇൻ ടു ദ വജൈന കാരണം ഇവിടെ ക്ലെഫ്റ്റ് പോലെ ഫോം ചെയ്യുന്നത് തന്നെയാണ് ഫോണിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻറ്റീരിയർ ആയിട്ടുള്ള ഫോണിക്സ് ഉണ്ട്, പോസ്റ്റീരിയർ ഫോണിക്സ് ഉണ്ട്, പിന്നെ 2 വശങ്ങളിലായിട്ട് ലാറ്ററൽ ഫോണിക്സുകൾ 2 ഉണ്ട്. ഓക്കെ, അതിനകത്ത് ഏറ്റവും ഡീപ്പസ്റ്റ് ഫോണിക്സ് ഏതാണെന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഡീപ്പസ്റ്റ് ഫോണിക്സ് എന്ന് പറയുന്നത് പോസ്റ്റീരിയർ ഫോണിക്സ് ആണ്. പിന്നെ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇനി വരുന്നത് ഈ ലെങ്ത്, വജൈനയുടെ ലെങ്ത്, വജൈനൽ വോളിൻ്റെ ലെങ്ത്. വജൈനൽ വോളിൽ ആൻറ്റീരിയർ ആയിട്ടുള്ള വോളും ഉണ്ട്, പോസ്റ്റീരിയർ വോളും ഉണ്ട്, പിന്നെ 2 ലാറ്ററൽ വോൾസും വരുന്നുണ്ട്. ഈ ആൻറ്റീരിയർ വോൾസ് നോക്കുമ്പോൾ പോസ്റ്റീരിയർ വോളിൽ വെച്ച് നോക്കുമ്പോൾ ആൻറ്റീരിയർ വോൾ കുറച്ചുകൂടി ചെറുതാണ്, പോസ്റ്റീരിയർ വോളാണ് ലെങ്ത് കൂടുതൽ. അപ്പോൾ ഡീപ്പസ്റ്റ് ഫോണിക്സ് പോസ്റ്റീരിയർ ഫോണിക്സ് ആണ്. ഏറ്റവും ലെങ്ത് ഉള്ള വജൈനൽ വോൾ എന്ന് പറയുന്നത് പോസ്റ്റീരിയർ വോളാണ്. പോസ്റ്റീരിയർ വോൾ എന്ന് പറയുമ്പോഴത്തേക്ക് 10 സെൻറ്റിമീറ്റേഴ്സ് വരുന്നുണ്ട്. അപ്പം അത് മോർ ദാൻ ദ ആൻറ്റീരിയർ വോൾ. ആൻറ്റീരിയർ വോൾ ഈസ് അബൌട്ട് 8 സെൻറ്റിമീറ്റേഴ്സേ വരുന്നുള്ളൂ. വജൈനൽ സൈറ്റോളജി ഫോർ ഹോർമോണൽ ചേഞ്ച് ഈസ് ബെസ്റ്റ് ടേക്കൺ ഫ്രം ലാറ്ററൽ വോൾസ്. ഈ ലാറ്ററൽ വോൾസിൽ നിന്നാണ്, അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സൈറ്റോളജിയിൽ എടുക്കുന്നത് എവിടെ നിന്നാണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. വജൈനയിൽ ലാറ്ററൽ ആയിട്ടുള്ള വോളിൽ നിന്നാണ് വജൈനൽ സൈറ്റോളജിക്ക് ഹോർമോണൽ ചേഞ്ചസ് നോക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ കൊലാപ്സ്ഡ് ആയിട്ടുള്ള വജൈന H ഷേപ്പ് ആയിരിക്കും. ക്രോസ് സെക്ഷൻ വജൈനിസ്മസ് എന്ന് പറയുന്ന കണ്ടീഷൻ ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നേ ഉള്ളൂ. അതൊരു റിക്കറൻ്റ് ആയിട്ടുള്ള പെർസിസ്റ്റൻറ്റ് ഇൻവോളണ്ടറി ടൈറ്റനിങ് ഓഫ് ദ മസിൽസ് ആണ് വജൈനയുടെ ചുറ്റുമുള്ളത്. നമ്മൾ പെനിട്രേഷൻ അറ്റംപ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും ഈ വജൈനിസ്മസ് മോസ്റ്റ്ലി ഇറ്റ് ഈസ് റിലേറ്റഡ് ടു സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കാരണമായിരിക്കും എന്നാണ് പറയുന്നത്. ദെൻ നമ്മൾ പറഞ്ഞ പോയിൻ്റാണ് ദർ ഇസ് നോ മ്യൂക്കസ് സെക്രീറ്റിംഗ് ഗ്ലാൻസ്. വജൈനൽ എപ്പിത്തീലിയം നോൺ കെരാറ്റിനൈസ് സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം ആണ്. അവിടെ മ്യൂക്കസ് സെക്രീറ്റിംഗ് ഗ്ലാൻഡുകളൊന്നുമില്ല. പിന്നെ എവിടെ നിന്നാണ് ഈ ഒരു ലൂബ്രിക്കേറ്റിംഗ് ഫ്ലൂയിഡ് നമുക്ക് സെക്രീറ്റ് ചെയ്യുന്നത്? സെക്ഷൽ ഇൻ്റർകോഴ്സിൻ്റെ സമയത്ത് വജൈനയിൽ നിന്ന് സെക്രീറ്റ് ചെയ്യപ്പെടുന്നു. നമുക്ക് തോന്നുന്നത് ശരിക്കും എവിടെ നിന്നാണ് വരുന്നത്? വജൈനൽ സെക്രീഷൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ എൻഡോസെർവിക്കൽ ഓർ എൻഡോമെട്രിയൽ ഗ്ലാൻഡ്സ് ആൻഡ് ബാർത്തോളിൻ. ഇവിടെയാണ് ഇമ്പോർട്ടൻറ്റ് ബാർത്തോളിൻ ഗ്ലാൻഡ് അല്ലേ? ബാർത്തോളിൻ ഗ്ലാൻഡ് ഈ ലൂബ്രിക്കേറ്റിംഗ് ഫ്ലൂയിഡിനെ സെക്രീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. പോസ്റ്റ് ലാറ്ററലിയാണ് ഈ ബാർത്തോളിൻ ഗ്ലാൻഡ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എൻഡോസെർവിക്കൽ എൻഡോമെട്രിയൽ ആയിട്ടുള്ള ഗ്ലാൻഡ്സിൻ്റെ കോൺട്രിബ്യൂഷൻ വരുന്നുണ്ട്. ഇനി വജൈനയുടെ pHനാണ് ഇമ്പോർട്ടൻറ്റ്. അതിനു മുമ്പ് തന്നെ വജൈനയുടെ ആ ഒരു മ്യൂക്കോസയുടെ കാര്യം നമുക്ക് പറയാം. വജൈനയുടെ മ്യൂക്കോസ എന്ന് പറയുന്നത് ബിഫോർ പ്യൂബർട്ടി, ഡ്യൂറിങ് റീപ്രൊഡക്റ്റീവ് ലൈഫ് ആൻഡ് ആഫ്റ്റർ മെനോപോസ്. അത് പല ടൈമിലും പല ടൈപ്പ് ഓഫ് ഒരു എപ്പിത്തീലിയമാണ് കാണുന്നത്. അപ്പം നമുക്ക് ബിഫോർ പ്യൂബർട്ടിയുടെ മുമ്പുള്ളൊരു കണ്ടീഷനും കൂടെ നമുക്ക് പറയാം. പ്യൂബർട്ടിക്ക് മുമ്പ് നമ്മൾ ആ ഒരു കുട്ടി ബർത്ത് സമയത്ത് കുട്ടി ജനിച്ച ആ ഒരു പെൺകുട്ടിയാണെങ്കിൽ ആ കുട്ടി ജനിച്ച ഒരു 10 തൊട്ട് 14 ദിവസം വരെ ആ കുട്ടിയുടെ വജൈനൽ വാൾസ് എന്ന് പറയുന്നത് സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം ആയിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് അത് പ്യൂബർട്ടിയിലാണ് ട്രാൻസിഷൻ ആവുന്നത്. പിന്നെയും അത് റീപ്രൊഡക്റ്റീവ് ലൈഫ് സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് ആവുന്നു. പിന്നെ ആഫ്റ്റർ മെനോപോസ് ട്രാൻസിഷൻ ആവുന്നത്. എന്തുകൊണ്ടാണ് ഈ ചേഞ്ച് വരുന്നത്? എന്തുകൊണ്ടാണ്? ഈസ്ട്രോജൻ്റെ പ്രസൻസ് കാരണമാണ് ഈ ചേഞ്ച് വരുന്നത്. അപ്പോൾ ആദ്യം ഇത് സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം ആകുന്നു ആഫ്റ്റർ ചൈൽഡ് ബർത്ത് 10 തൊട്ട് 14 ദിവസം വരെ അത് സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം. എന്തുകൊണ്ട് അവിടെ സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം ആവുന്നത്? അവിടെ സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം ആവുന്നതിൻ്റെ കാരണം അവിടെ അമ്മയുടെ മാറ്റേണൽ ലൈഫിലെ ഈസ്ട്രോജൻ ഈ കുട്ടിക്കുണ്ട്. ഓക്കെ,
അത് ഡെലിവറിയുടെ സമയത്ത് സ്ട്രാറ്റോഫേസ് സ്ക്വാമസ് എപ്പിത്തീലിയം ആവുന്നതിന് കാരണം മറ്റേണൽ ആയിട്ടുള്ള ഈസ്ട്രോജൻ കുട്ടിയുടെ ശരീരത്തിൽ സർക്കുലേറ്റ് ചെയ്ത് നടക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ സ്ട്രാറ്റോഫേസ് സ്ക്വാമസ് എപ്പിത്തീലിയം 14 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് മറ്റേണൽ ഈസ്ട്രോജൻ്റെ ലെവൽ കുറയുന്നതിനനുസരിച്ച് അത് പിന്നെ ട്രാൻസിഷനായിട്ട് മാറുന്നു. പിന്നെ ഈ കുഞ്ഞ് പ്യൂബർട്ടി വരെ ഇത് ട്രാൻസിഷനായിട്ടിരിക്കും. ആ ഒരു 14 ദിവസം വരെ ഉള്ളൂ, ജനിച്ച് 10 തൊട്ട് 14 ദിവസം വരെ സ്ട്രാറ്റോഫേസ് സ്ക്വാമസ് ആയിട്ടിരിക്കുന്നുള്ളൂ. പിന്നെ അത് ട്രാൻസിഷനായിട്ട് മാറും. പ്യൂബർട്ടി വരെ അത് ട്രാൻസിഷനാണ്. പിന്നെ ഈ കുട്ടി മെൻസസ് ആവുകയാണ്. മെൻസസ് ആകുമ്പോൾ റീപ്രൊഡക്റ്റീവ് സ്റ്റേജിലേക്ക് കയറുമ്പോൾ അത് പിന്നെ എന്ത് ചെയ്യും, സ്ട്രാറ്റോഫേസ് സ്ക്വാമസ് ആയിട്ട് മാറുന്നു. കാരണം എന്തുകൊണ്ടാണ്, അവിടെ ഈസ്ട്രോജൻ ഉണ്ട്. പിന്നെയും ഈ കുട്ടി ആ റീപ്രൊഡക്റ്റീവ് ലൈഫ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ കുട്ടി മെനോപോസ് ആവുമ്പോഴാണ് അത് പിന്നെയും ട്രാൻസിഷനായിട്ട് മാറുന്നത്. ഇനി നമുക്ക് പി എച്ചിൻ്റെ കാര്യം പറയണം. അപ്പോൾ വജൈനൽ സെക്രീഷൻ എവിടെ നിന്നാണ് ഡിറൈവ്ഡ് ആവുന്നതെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ ഈ പി എച്ചിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മുടെ വജൈനയിലിരിക്കുന്ന ഒരു നോർമലായിട്ട് കാണുന്ന ഒരു ബാസിലിനെയാണ് ഡോഡർലൈൻ ബാസിലി എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്യുന്നു, നമ്മുടെ വജൈനയിലുള്ള ഗ്ലൂക്കോസിനെ ലാക്റ്റിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ലാക്റ്റിക് ആസിഡാണ് ശരിക്കും ഇൻഫെക്ഷൻസ് ഒന്നും വരാതെ നമ്മൾ ഈ റീപ്രൊഡക്റ്റീവ് ലൈഫിലാണ് ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് ഉള്ളത്. അപ്പോൾ അങ്ങനെ നമ്മളെ ഒന്ന് രക്ഷിക്കുന്ന, അല്ലെങ്കിൽ എന്താണ്, ആ ഒരു ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പി എച്ച് എന്ന് പറയുന്നത്. അപ്പോൾ വജൈനൽ പി എച്ച് ഇസ് അസിഡിക്, ദാറ്റ് ഇസ് 4 to the 5 from the puberty to menopause because of the gram positive lactobacillus. അപ്പോൾ gram positive ആണ്, റോഡ് ഷേപ്ഡ് ആണ് എന്നൊക്കെ ഓർത്തിരിക്കാം. ഓക്കെ, ചൈൽഡ് ബർത്ത് കഴിഞ്ഞ അപ്പിയേഴ്സ് ഇൻ വജൈന 3 to 4 days ആഫ്റ്റർ ബർത്താണ് വരുന്നത്. ഓക്കെ, അത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 10 തൊട്ട് 14 ദിവസം അപ്പോൾ ഇതിന് ഈസ്ട്രോജനുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ ലാക്ടോബാസിലസ് ആണ് ഇത്, ഡോഡർലൈൻ ബാസിലയാണ്, അതാണ് ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലൈക്കോജനിൽ നിന്ന് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ബിഫോർ പ്യൂബർട്ടി ആൻഡ് ആഫ്റ്റർ മെനോപോസ് പി എച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് 7 ആയിരിക്കും. ഓക്കെ, അല്ലാതെ റീപ്രൊഡക്റ്റീവ് ലൈഫിൽ മാത്രമാണ് 4 to 5 അല്ലെങ്കിൽ 4.5 എന്നൊക്കെ നമ്മളൊരു ഏകദേശം കണക്ക് പറയുന്നത്, അത് നിൽക്കുന്നത്. പിന്നെ മ്യൂക്കോസ് ഓഫ് വജൈന കഴിഞ്ഞു. പിന്നെ ബിഫോർ പ്യൂബർട്ടി വജൈനൽ മ്യൂക്കോസ ഈസ് ലൈൻ ബൈ, നമ്മൾ പഠിച്ചതാണ്. ബിഫോർ പ്യൂബർട്ടി വജൈനൽ മ്യൂക്കോസ ഈസ് ലൈൻ ബൈ എന്ത് ലൈനിങ് ആണ് വരുന്നത്, ബിഫോർ പ്യൂബർട്ടി ലൈനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ട്രാൻസിഷനിലായിരുന്നു. പക്ഷേ അറ്റ് ബർത്ത് ഒരു 10 to 14 days യൂസ് കഴിഞ്ഞാൽ എത്ര പറയാൻ പറ്റും, അവിടെ സ്ട്രാറ്റോഫേസ് സ്ക്വാമസ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, താങ്ക് യു.